നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFIU അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നൽകിയ ഹർജിയിലെ കർണാടക ഹൈക്കോടതി വിധി എന്ത് തന്നെയായിരുന്നാലും സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലും അടക്കം അതിവേഗ നീക്കങ്ങൾ ശക്തമാണ്. വാദം കേട്ട് കർണാടക ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. തൽക്കാലം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. വിധിയെതിരായാൽ SFIO അതിവേഗ നടപടികളിലേക്ക് കടക്കും. ഈ സാഹചര്യത്തിൽ വിധിയെതിരായാൽ ഉടൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. വിധി വരും വരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് SFIയോട് നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് SFIOയ്ക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി 1 മണിക്കൂറിലധികം നീണ്ട വാദം കേട്ട ശേഷമാണ് വിധി പറയൽ മാറ്റിയത്. ഇതിനൊപ്പം കേരള ഹൈക്കോടതിയിൽ KSIDC നൽകിയ ഹർജിയും ഉണ്ട്. ഇതിൽ വിധി അനുകൂലമാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. KSIDCയുടെ അന്വേഷണവുമായി സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന ചോദ്യം കേരള ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇത്. ജസ്റ്റിസ് ദേവരാമചന്ദ്രനാണ് കേരള ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് CMRL പണം നൽകിയെന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് CMRLനോട് വിശദീകരണം തേടിയെന്ന് KSIDC ഹൈക്കോടതിയിൽ വിശദീകരിച്ചിരുന്നു. വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും അറിയിച്ചു. ഇതിനെ തുടർന്ന് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൽ സമയം തേടിയതിനെ തുടർന്ന് ഹർജി 26ലേക്ക് പരിഗണിക്കാൻ മാറ്റി. അതായത് അതിനുശേഷം മാത്രമേ ഇനി കേരള ഹൈക്കോടതിയിൽ തീരുമാനമുണ്ടാകൂ. അതിനു മുമ്പ് തന്നെ കർണാടകയിൽ വീണയുടെ ഹർജിയിൽ വിധി വരും. അതുകൊണ്ട് ഈ വിധിയാകും അന്വേഷണത്തിൽ തീരുമാനമായി മാറുകയെന്നാണ് വിലയിരുത്തൽ. കർണാടകയിലെ ഹർജിയിൽ എതിർവിധിയുണ്ടായാൽ അത് കേരള ഹൈക്കോടതിയെയും വലിയ രീതിയിൽ സ്വാധീനിക്കും. 2013 കമ്പനീസ് ആക്ട് 210 വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ സമാന്തരമായി 212 വകുപ്പ് പ്രകാരം SFIO അന്വേഷണം നടത്താനാവില്ലെന്ന് വീണ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. 212 വകുപ്പ് UAPA വകുപ്പിന് സമാനമാണ്. സഹാറ കേസ് പോലെ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസിനാണ് ഇത് ഉപയോഗിക്കുക. എക്സാലോജിക് കേസ് അങ്ങനെയല്ല. 1.72 കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം. ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല. CMRL എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ലെന്ന് മാത്രമാണ് ആരോപണം എന്ന് വീണയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് P. ദത്താർ ബോധിപ്പിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ടുണ്ടെന്നും അതാണ് SFIO അന്വേഷണത്തിലേക്ക് നയിച്ചതെന്നും SFIOയ്ക്കും കമ്പനികാര്യ മന്ത്രാലയത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ K. അരവിന്ദ് കമ്മത്ത് വാദിച്ചു. മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് SFIO എന്നും അതിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണത്തിലുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതിനാൽ അന്വേഷണം SFIOയ്ക്ക് കൈമാറുകയെന്നും അദ്ദേഹം വാദിച്ചു. ഇത് കോടതി മുഖവിലക്കെടുത്താൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും പ്രതിസന്ധിയാകും. അതുകൊണ്ട് തന്നെ വിധിയെതിരായാൽ അതിവേഗ അപ്പീൽ സുപ്രീം കോടതിയിൽ നൽകും. എപ്പോൾ വേണമെങ്കിലും വിധി വരാമെന്ന നിലയിലാണ് കാര്യങ്ങൾ. വിധിയെതിരായാൽ SFIOയും അപ്പീലുമായി പോകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.